أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. عبس وتولى أن جاءه الأعمى وما يدريك لعله يزكى أو يذكر فتنفعه الذكرى أما من استغنى فأنت له تصدى وما عليك ألا يزكى وأما من جاءك يسعى وهو يخشى فأنت عنه تلهى. صدق الله. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തു അബസ, അതിലെ ആദ്യത്തെ 10 ആയത്തുകളാണ് ഓതി വെച്ചത്. അർത്ഥത്തിലേക്ക് വരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അബസ വതവല്ല. അബസ, അദ്ദേഹം മുഖം ചുളിച്ചു, അല്ലെങ്കിൽ നെറ്റി ചുളിച്ചു. വതവല്ല, അദ്ദേഹം പിന്തിരിഞ്ഞു കളയുകയും ചെയ്തു. അൻ ജാഅഹുൽ അഅമാ, അന്ധനായ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നപ്പോൾ. വമാ യുദ്രീക, താങ്കൾക്ക് എന്തറിയാം? ലഅല്ലഹു യസ്സക്ക, അയാൾ വിശുദ്ധി പ്രാപിച്ചെങ്കിലോ? ഔ യദ്ദക്കറു, അല്ലെങ്കിൽ അദ്ദേഹം ഉത്ബോധനം ലഭിച്ചയാളായി മാറിയെങ്കിലോ? ഫതൻഫഅഹു ദിക്റ, അങ്ങനെ അദ്ദേഹത്തിന് ആ ഉത്ബോധനം പ്രയോജനകരമായി എങ്കിലോ? അമ്മ മനിസ്തകന, എന്നാൽ താൻ പോന്നവനാണ് എന്ന് കരുതുന്ന ആൾ, തനിക്ക് മാത്രം താൻ തന്നെ ഉണ്ട് എന്ന് കരുതുന്നയാൾ, ഫാന്ത ലഹു തസദ്ദ, അപ്പോൾ താങ്കൾ അയാൾക്ക് വേണ്ടി വല്ലാതെ പരിഗണന നൽകുന്നു, അയാളെ താങ്കൾ വല്ലാതെ ശ്രദ്ധിച്ചു കേൾക്കുന്നു. വമാ അലൈക, താങ്കൾക്ക് എന്താണ്? അല്ലാ യസ്സക്ക, അയാൾ വിശുദ്ധി പ്രാപിച്ചില്ല എങ്കിൽ. വ അമ്മ, എന്നാൽ മൻ ജാഅക യസ്അ, താങ്കളുടെ അടുക്കലേക്ക് ഓടി വന്നയാൾ, വഹുവ യഖ്ശ, അയാൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നയാളാണ്. ഫ അന്ത, അപ്പോൾ താങ്കൾ അൻഹു, അദ്ദേഹത്തിൽ നിന്ന് തലഹ, പിന്തിരിഞ്ഞു കളയുന്നു, പരിഗണിക്കാതെ മാറി നിൽക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദ്യകാലങ്ങളിൽ തന്നെ വിശ്വസിച്ചിട്ടുള്ള മക്കയിലെ ജന്മന അന്ധനായിരുന്ന ഇബ്നു ഉമ്മി മക്തൂം എന്ന് അറിയപ്പെട്ട അബ്ദുല്ലാഹിബ്നു ശുറൈഹ് എന്ന സഹാബി, അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഇടക്കിടക്ക് വരും. ഔസിനി എന്നോ അല്ലെങ്കിൽ എനിക്ക് പഠിപ്പിച്ചു തരൂ എന്നോ ഒക്കെ പറഞ്ഞുകൊണ്ട്, എനിക്ക് ഉപദേശം നൽകൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നബിൻ്റെ അടുത്ത് ഇടക്കിടക്ക് വരാറുണ്ട്. ഒരു പ്രാവശ്യം വന്നപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ എന്ന് കരുതി പോന്ന ഉത്ബ, ഷൈബ, അബൂജഹൽ, അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്, ഉമയ്യ് ബിൻ ഹലഫ്, വലീദ് ബിൻ മുഗീറ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഖുറൈശ് നേതാക്കളുമായിട്ട് സംസാരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് സംസാരിച്ച് അവരെ ദീന് പഠിപ്പിച്ചു കൊടുത്താൽ അവർക്ക് പിന്നാലെ മക്കക്കാരൊക്കെ കൂടി ഇസ്ലാമിലേക്ക് വന്നേക്കാം എന്ന ഒരു ധാരണ റസൂലിനുണ്ടായിരുന്നു.
അവരുമായി വളരെ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ട് അവരോട് കാര്യങ്ങൾ സംവദിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭം. ആ സമയത്താണ് അവിടുത്തെ സ്ഥിതിഗതികളൊന്നും അങ്ങനെയൊന്നും മനസ്സിലാക്കാത്ത, എന്നാൽ ശബ്ദം കൊണ്ട് രണ്ട് കൂട്ടർ തമ്മിൽ സംസാരിക്കുന്നു എന്നത് കഴിച്ച് ബാക്കിയൊന്നും കാണാൻ കഴിയാത്ത ഇബ്നു ഉമ്മി മക്തൂം അദ്ദേഹം അവിടേക്ക് റസൂലിനോട് ഉപദേശം തേടിക്കൊണ്ട് ചെല്ലുന്നത്. അവിടെ റസൂലിന് ഒരല്പം പ്രയാസമുണ്ടായി. ഞാനിപ്പോൾ ഈ വലിയ ഒരു സദസ്യരോട്, വലിയൊരു സമൂഹത്തിലെ പ്രതിനിധികളോട് സംസാരിക്കുന്നത് നിർത്തിപ്പോന്നാൽ ഇവർ പിണങ്ങുമോ? നേരെ മറിച്ച് ഇബ്നു ഉമ്മി മക്തൂം എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിൽ തന്നെയുള്ള ആളാണല്ലോ, അദ്ദേഹത്തിന് പിന്നീട് ഉപദേശിച്ചു കൊടുത്താലും മതി. ഇയാൾ ഈ സമയത്ത് വരേണ്ടിയിരുന്നില്ല എന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ വാചകത്തിൽ യാതൊരു പ്രയാസവും ഉണ്ടായില്ലെങ്കിലും നെറ്റിയിൽ ചെറിയ ഒരു ചുളിവ് വീഴുകയുണ്ടായി. അതിനെയാണ് അള്ളാഹു അവിടെ തന്നെ മുളയിൽ തന്നെ നുള്ളിക്കളയുന്നത്. പാടില്ല. വിശ്വാസിയായ ആൾ നന്മ തേടിക്കൊണ്ട് വരുമ്പോൾ, ഉപദേശം തേടിക്കൊണ്ട് വരുമ്പോൾ അയാളെ ശ്രദ്ധിക്കാതിരുന്നതും നെറ്റിയിലോ മുഖത്തോ ചുളിവുകൾ വരുന്നതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്തതാണ്. ഉന്നതങ്ങളിൽ ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ സൂറത്ത് ഇറങ്ങിയിട്ടുള്ളത്. തുടക്കം തന്നെ അബസ, അദ്ദേഹം മുഖം തിരിച്ചു, മുഖം ചുളിച്ചു, അല്ലെങ്കിൽ നെറ്റി ചുളിച്ചു. വതവല്ല, അദ്ദേഹം തിരിഞ്ഞു കളയുകയും ചെയ്തു. അൻജാ അഹുൽ അഴമ, അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരു അന്ധൻ വന്നപ്പോൾ. അന്ധനായ ഇബ്നു ഉമ്മി മക്തൂം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഉപദേശം തേടിക്കൊണ്ട് ചെന്ന സമയത്ത് അദ്ദേഹത്തെ പരിഗണിക്കാതെ ഖുറൈശി പ്രമുഖരെ പരിഗണിച്ചു എന്നതാണ് ഇവിടെയുള്ള പ്രശ്നം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നെറ്റിത്തരത്തിൽ അല്ലെങ്കിൽ നെറ്റിയിൽ അല്ലെങ്കിൽ മുഖത്ത് ചുളിവ് വീണു. അദ്ദേഹത്തെ പരിഗണിക്കാതെ ഖുറൈശി പ്രമുഖരെ പരിഗണിക്കുകയും ചെയ്തു. ഇതിൽ നിന്ന് കാര്യമായി മനസ്സിലാക്കേണ്ടത്, കുറേ വലിയ പ്രമുഖരായ ആളുകൾ, ദീനിൻ്റെ അടുക്കലേക്ക് ഒരു നിലക്കും വരാത്ത ആളുകൾ, ദീനിനെ അതുവരെ ശ്രദ്ധിച്ചിട്ടില്ലാത്ത ആൾക്കാർ, അവർക്ക് വേണ്ടി കൂടുതൽ മെനക്കെടേണ്ടതുണ്ടോ? അതല്ല, കൂടുതൽ ദീനി ഭക്തി കാണിക്കുന്ന, അള്ളാഹുവിനെ പേടിക്കുന്ന ആൾക്ക് വേണ്ടി സമയം ചെലവഴിക്കേണ്ടതുണ്ടോ എന്നതിലേക്കാണ് ശ്രദ്ധ. പാവങ്ങളെ അവഗണിച്ചുകൊണ്ട് പണക്കാരോട് കൂടുതൽ അടുക്കുന്ന ഒരു പ്രവണത വിശ്വാസി സമൂഹത്തിന് ഭൂഷണമല്ല എന്ന് മറ്റുള്ള ആളുകളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ പഠിപ്പിക്കുന്നു എന്ന് കാണാം. നൂഹ് അലൈഹി ഇസ്ലാം പ്രബോധനം നടത്തിയ സമയത്ത് ഇത്തബഅക്കൽ അറാദിലു, നിന്നെ പിൻപറ്റിയ ആൾക്കാർ സാധാരണക്കാരാണ്, ചെളിയുടെ ചുവയുള്ളവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അവഗണിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ സമൂഹം. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വിശ്വാസി സമൂഹത്തെയാണ് കപ്പലിൽ കയറ്റി രക്ഷപ്പെടുത്തുന്നതും. അദ്ദേഹത്തെ എതിർത്തിരുന്ന മണ്ണിൻ്റെ മക്കൾ വാദവുമൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ വാദവുമൊക്കെ ആയിട്ട് രംഗത്ത് വന്ന ആളുകളെ അവിടെ ഒന്നായിട്ട് വെള്ളത്തിൽ മുക്കി കൊല്ലുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ തീർച്ചയായും പരിഗണിക്കേണ്ടത് ആരെയാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. വമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക, വമാ യുദ്രീക, നിനക്ക് എന്തറിയാം, ലഅല്ലഹു യസ്സക്ക, അയാൾ സൂക്ഷ്മത പുലർത്തിയാലോ, അയാൾ തസ്കിയത്തുള്ള ആളായാലോ, അയാൾ വിശുദ്ധി പ്രാപിച്ചാലോ. ഇബ്നു ഉമ്മി മക്തൂമിന് കൂടുതൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് വിശുദ്ധി നൽകിയാൽ, അദ്ദേഹത്തിന് വിശുദ്ധനാക്കാൻ ശ്രമിച്ചാൽ, അദ്ദേഹം അത് ഉൾക്കൊണ്ടാൽ, ഔ യദ്ദക്കറു, അങ്ങനെ അദ്ദേഹം ആ ഉത്ബോധനം ഉൾക്കൊള്ളുകയും ഫതൻഫഅഹു ദിക്റ, ആ ഉത്ബോധനം അദ്ദേഹത്തിന് പ്രയോജനകരമാകുമ്പോൾ അദ്ദേഹത്തിന് പ്രയോജനം കിട്ടും, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് പ്രയോജനം കിട്ടും, അദ്ദേഹത്തിൽ നിന്ന് കേൾക്കുന്ന ആളുകൾക്ക് പ്രയോജനം കിട്ടും. അങ്ങനെ ഒരു വിശ്വാസി സമൂഹത്തിന് മുഴുവൻ പ്രയോജനകരമായ ഒരു കാര്യമായിരിക്കും താങ്കൾ അദ്ദേഹത്തെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഉണ്ടാകുക. അപ്പോൾ പരിഗണിക്കേണ്ടത് ആ പാവത്തെ തന്നെയായിരുന്നു. മറിച്ച് അമ്മ മനിസ്തകന, എന്നാൽ സ്വയം പോന്നവൻ എന്ന് കരുതുന്ന ആളുകൾ, അഥവാ നിഷേധികളായ, ഞങ്ങൾക്ക് മാത്രം ഞങ്ങളുണ്ട്, ഞങ്ങൾക്ക് സാമ്പത്തികമുണ്ട്, ഞങ്ങൾക്ക് മറ്റുള്ള കഴിവുകളുണ്ട്, ഖുറൈശിയുടെ പ്രമുഖരാണ്, ഞങ്ങളെ പിന്തുടരുന്ന ആൾക്കാരൊക്കെ വലിയ ഉന്നതരായ ആൾക്കാരാണ്, കഅബയുടെ താക്കോല് ഞങ്ങളുടെ കയ്യിലാണ്, ഇങ്ങനെ തുടങ്ങിയിട്ട് വലിയ വലിയ ഉന്നതങ്ങളിൽ ഞങ്ങളാണുള്ളത് എന്ന് വിചാരിച്ചുകൊണ്ട് നിൽക്കുന്ന ആളുകൾ, ഇസ്തഗന, എനിക്ക് മാത്രം ഞാനുണ്ട് എന്ന് കരുതുന്ന ആൾ, ആ തരത്തിലുള്ള കരുതുന്ന ആളെ സംബന്ധിച്ചിടത്തോളം
ഫഅൻതലഹു തുസദ്ദ, താങ്കൾ അവരെ ശ്രദ്ധിച്ചു കേൾക്കുന്നു, അവർക്ക് കൂടുതൽ പരിഗണന കൊടുക്കുന്നു. അവരെങ്ങാനും തെറ്റിപ്പോയാലോ എന്നാലോചിച്ചുകൊണ്ട് ഇയാളിൽ നിന്ന് നിങ്ങൾ മുഖം തിരിക്കുന്നു. അവരാണിപ്പം കിട്ടേണ്ടത്. ബാക്കിയുള്ള ആൾക്കാരെ ഇനിയും നമുക്ക് ഉപദേശിക്കാം. ഇവന് ഉമ്മ മക്തൂമിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ കഴിയുമല്ലോ. ഇവരപ്പം കിട്ടൂലല്ലോ. ഇവർ പാതി വഴിയിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഇവരിൽ നിന്ന് വലിയൊരു ജനതീ നമ്മളെ അടുത്തേക്ക് വരില്ലേ, വരുന്നത് ഇല്ലാതായി പോലെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് പരിഗണന നൽകാതിരിക്കുകയും ഇവർക്ക് കൂടുതൽ പരിഗണന നൽകുകയും ചെയ്യുന്നു. വമാലേക്ക് അല്ലായസക്ക, ഇവർ വിശുദ്ധി പ്രാപിച്ചില്ലെങ്കിൽ താങ്കൾക്ക് എന്താണ്? ഈ കൂട്ടർ ഒന്നായിട്ട് ഇറങ്ങിപ്പോയി എന്ന് ചോദിച്ചാൽ താങ്കൾക്ക് എന്താ? ഇവരൊന്നും ഇസ്ലാമിൻ്റെ മാർഗത്തിലേക്ക് വന്നില്ല, താങ്കളെ ഗൗനിച്ചില്ല, അഥവാ താങ്കൾ അവരെ പരിഗണിച്ചില്ല എന്നതുകൊണ്ട് അവർ വിമ്മിഷ്ടം പ്രകടിപ്പിച്ചുകൊണ്ട് എഴുന്നേറ്റ് പോകുന്നു. വമാലേക്ക്, താങ്കൾക്ക് എന്താണ്? അല്ലായസക്ക, അവർ വിശുദ്ധി പ്രാപിച്ചില്ലെങ്കിൽ താങ്കൾക്കൊരു കുഴപ്പമില്ല. അവർ മൊത്തം തെറ്റിപ്പോയെന്ന് വെച്ചാൽ അള്ളാഹു മതി താങ്കൾക്ക്. ഈ ഒരു തത്വമാണ് ഇതിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്. എന്നിട്ട് ഒന്നുകൂടി ആവർത്തിക്കാൻ ഇബ്നു ഉമ്മി മക്തൂമിനെ സംബന്ധിച്ചിടത്തോളം എന്നാൽ നിന്റെ അടുക്കലേക്ക് ഓടി വരികയാണ്. ആ മനുഷ്യൻ അന്ധനാണ്, അദ്ദേഹത്തിന് ഇൽമ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വല്ലാത്ത കൊതിയാണ്, ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാൻ വല്ലാത്ത താല്പര്യമാണ്. ആ താല്പര്യം വെച്ചുകൊണ്ട് അദ്ദേഹം താങ്കളുടെ അടുത്തേക്ക് ഓടി വരികയാണ്. ആ ഓടി വരുന്ന ആൾ വഹുവ യഖ്ശ, അദ്ദേഹം അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടാണ് ഓടി വരുന്നത്. ഫഅൻതഅൻഹു തലഹ, അപ്പോൾ താങ്കൾ അദ്ദേഹത്തിൽ നിന്ന് മാറിക്കളയുന്നു, പിന്തിരിയുന്നു. ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു. അദ്ദേഹം അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും പുതിയ നിർദ്ദേശങ്ങളോ കാര്യങ്ങളോ റസൂലിൽ നിന്ന് കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട്, റസൂലിൽ നിന്ന് ഉപദേശം കിട്ടാൻ വേണ്ടിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനെ കൂടുതൽ തഖ്വയുള്ള ആളാക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്ബോധനങ്ങൾ നടത്തുമെന്ന് വിചാരിച്ചുകൊണ്ട് ഓടി വരികയാണ്. ആ സമയത്ത് അവരവിടെ സംസാരത്തിലാണ്. ആ സംസാരിക്കുന്ന ആളുകളുടെ ആരൊക്കെയാണ് എന്നോ ബാക്കി കാര്യങ്ങളൊന്നും ഇബ്നു ഉമ്മി മക്തൂമിനെ സംബന്ധിച്ചിട്ട് അറിയില്ല. സംസാരിക്കുന്നു എന്താ ശരിയാണ്, എന്നാലും എന്നെയും പരിഗണിക്കാമല്ലോ എന്ന രൂപത്തിൽ റസൂലിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. പക്ഷെ അദ്ദേഹത്തെ ആയിരുന്നു പരിഗണിക്കേണ്ടിയിരുന്നത്. അദ്ദേഹത്തെ കൂടുതൽ പരിഗണിക്കണം എന്ന നിലയിൽ കൂടി ഇതിൽ കാണാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് യുദ്ധത്തിനൊക്കെ പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് നായിബായിട്ട്, പകരക്കാരനായിട്ട് മദീന ഭരിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ചിരുന്നത് ഈ അന്ധനായിരുന്ന ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹുവിനെ ആയിരുന്നു എന്ന് കാണേണ്ടതാണ്. അദ്ദേഹത്തിന് അള്ളാഹു വലിയ പ്രാധാന്യം കൊടുക്കുകയാണ്. ആ പല പ്രാവശ്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നായിബായി നിൽക്കാനുള്ള കഴിവ് അദ്ദേഹത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിരുന്നു, അല്ലെങ്കിൽ പ്രവാചകൻ നൽകിയിരുന്നു എന്ന് കാണാവുന്നതാണ്. അതേപോലെ തന്നെ പിന്നീട് എപ്പോഴെങ്കിലും വഴിയിൽ നിന്നൊക്കെ റസൂല് അദ്ദേഹത്തിനെ കണ്ടുമുട്ടിയാൽ ഉടനെ അദ്ദേഹം പറയും, അള്ളാഹു എന്നെ ശകാരിക്കാൻ ഇടയാക്കിയ മനുഷ്യ, അല്ലയോ ഇബ്നു ഉമ്മി മക്തൂം, എന്താ താങ്കൾക്ക് ആവശ്യം? ഞാൻ എന്താണ് പരിഗണിക്കേണ്ടത്, എന്താ പറഞ്ഞു തരേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പ്രത്യേകമായി പരിഗണിക്കുകയും അദ്ദേഹത്തിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തിരുന്നു എന്ന് കാണാൻ സാധിക്കും. ചെറിയ ഒരു മുഖം ചുളിഞ്ഞപ്പോഴേക്കും നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളും ഇത് ഗൗനിക്കേണ്ടതാണ്. അന്ന് പ്രവാചകനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശാസിച്ചുവെങ്കിൽ അതിന് വേണ്ടിയിട്ട് തന്നെ ഒരു സൂറത്ത് തുടക്കം മുതലേ ആ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ട് ഇറക്കിയെങ്കിൽ വിശ്വാസി സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളെ എക്കാലവും സൂക്ഷിക്കേണ്ടതാണ്. പരിഗണന എന്ന് പറയുന്നത് ആരെ പരിഗണിക്കണം? അള്ളാഹുവിനെ ഭയപ്പെടുന്നവരെ പരിഗണിക്കണം. അള്ളാഹിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് കൂടുതൽ, അവർക്ക് വേണ്ടി കൂടുതൽ സമയം കണ്ടെത്തണം. അവരെ ഉത്ബുദ്ധരാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. മറിച്ച് മറ്റുള്ള ആളുകൾ വന്നോ പോയോ എന്ന കാര്യം, കാരണം വരാനൊന്നും സന്നദ്ധരല്ല, കുറേ അവർക്ക് വേണ്ടി മെനക്കെട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞാലും താൻ പോരുമ അവരെ ഇതിലേക്കൊന്നും വിടുകില്ല. ആ രൂപത്തിലുള്ള ആളുകളെ കൂടുതൽ ശ്രദ്ധിക്കുന്നതിന് പകരം വളരെ വിനയാനിതരായി അള്ളാഹുവിനോട് അടുക്കാൻ വേണ്ടിയിട്ട് ഓടി വരുന്നവരെ പ്രത്യേകം പരിഗണിക്കണമെന്ന ഒരു സന്ദേശം മുഴുവൻ സമൂഹത്തിനും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതിൻ്റെ ഭാഗമാണ് പ്രവാചകനെ ഈ ശാസിച്ചത് എന്ന് മനസ്സിലാക്കുക. നമ്മിൽ നിന്ന് വന്നു പോകുന്ന ചെറുതും വലുതുമായ ദോഷങ്ങൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാത്തിരി മറക്കട്ടെ. വാഹിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.